Hi all, today we are going to deal with a new poem, To Sleep, written by William Wordsworth. നമ്മുടെ ജീവിതത്തിലെ ഉറക്കമില്ലാതാകുന്ന രാത്രികളെ പറ്റിയിട്ടാണ് വേർഡ്സ്വർത്തിൻ്റെ ടു സ്ലീപ്പ് എന്നുള്ള പോയത്തിലൂടെ നമ്മൾ കാണുന്നത്. About the author, William Wordsworth is a major romantic English poet. Wordsworth possessed deep love of nature. He is a major romantic poet. Romantic poet, we know that romantic poetry means a particular moment originated in literature in 18th century that emphasizes more in the emotion and imagination of a man. Wordsworth possessed a deep love towards nature, a theme reflected in many of his poems. Nature has been the theme of many of the Wordsworth's poems. We have studied many Wordsworth's poems which has nature as the main theme. നിങ്ങൾ 10th ക്ലാസ്സിലൊരു പോയം പഠിച്ചതാണ്, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഇറ്റ് വാസ് ഓൾസോ റിട്ടൺ ബൈ വേർഡ്സ്വർത്ത് ആൻഡ് ഡീലിംഗ് വിത്ത് ദ topic of nature. He considered nature to be his friend. Nature is his friend and a philosopher and a guide to him. He became the poet laureate in 1843. Wordsworth became the poet laureate in 1843. Poet laureate means the poet of the government or official poet we can call. He died in 1850. So let us enter to the poem. To sleep. A flock of sheep that leisurely pass by one after one. The sound of rain and bees murmuring. The fall of rivers, winds and seas, smooth fields, wide sheets of water and pure sky. I have thought all by turns, and still I lie sleepless, and soon the small birds melodious must hear, first uttered from my orchard trees, and the first cuckoo's melancholy cry. What is described in first stanza? Let's see. Author has a sleepless night. In the night he sees many pictures, like pictures in his mind, like a flock of sheep. ഒരു ആട്ടിൻപറ്റത്തെ അദ്ദേഹം കാണുന്നു. എങ്ങനെയുള്ള ആട്ടിൻപറ്റമാണ്? എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ദാറ്റ് ലെഷർലി പാസ് ബൈ വൺ ആഫ്റ്റർ വൺ. വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ എന്താണ്, വളരെ സ്വാതന്ത്ര്യത്തോടെ, വളരെ ഫ്രീ ആയിട്ട് ഒന്നിനു പിറകെ ഒന്നായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചെമ്മരിയാടിൻ കൂട്ടത്തെ അദ്ദേഹം കാണുന്നു. വൺ ആഫ്റ്റർ വൺ. ദ സൗണ്ട് ഓഫ് റെയിൻ. ഹി ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് റെയിൻ. മഴയുടെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. ആൻഡ് ബീസ് മർമറിങ്. തേനീച്ചകളുടെ മേർമറിങ് ശബ്ദം, പതുക്കെ സംസാരിക്കുന്ന, പതുക്കെ ഉണ്ടാക്കുന്ന ശബ്ദം, മേർമറിങ്. ദ ഫോൾ ഓഫ് റിവേഴ്സ്. നദികളിൽ നിന്നും വെള്ളം താഴോട്ട് ഒഴുകി വരുന്നത് ഒഴുകി വരുന്ന ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്നു. വിൻഡ്സ് ആൻഡ് സീസ്. കാറ്റും കടലും. സ്മൂത്ത് ഫീൽഡ്സ്. വളരെ മനോഹരമായ മൃദുവായിട്ടുള്ള പാടങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു, ചിന്തകളിലേക്ക് വരുന്നു. വൈഡ് ഷീറ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് പ്യുവർ സ്കൈ. അതിമനോഹരമായ ജലത്തിൻ്റെ വെള്ള നിറത്തിലുള്ള ആ ഒരു കാഴ്ച, അതുപോലെ തന്നെ വളരെ ശുദ്ധമായ ആകാശം. ഇത്തരം കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഐ ഹാവ് തോട്ട് ഓഫ് ഓൾ ബൈ ടേൺസ്. വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ആൻഡ് സ്റ്റിൽ ഐ ലൈ. ഇപ്പോഴും അദ്ദേഹം അവിടെ വെറുതെ ഉറങ്ങാതെ കിടക്കുകയാണ്. Lying means lying on the bed without it is not sleeping, simply lying. വെറുതെ കിടക്കുകയാണ്. lying sleepless, ഉറക്കമില്ലാതെ. And soon the small birds melodies must hear, first uttered from my orchard trees. പെട്ടെന്ന് തന്നെ അദ്ദേഹം വളരെ മെലോഡിയസ് ആയിട്ടുള്ള, കേൾക്കാൻ വളരെ സുഖമുള്ള തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ്.
ദ സ്മോൾ ബേർഡ്സ്, സൗണ്ട് ഓഫ് സ്മോൾ ബേർഡ്സ് ഫ്രം ഹിസ് ഓർച്ചാർഡ്, അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെ മരങ്ങളിൽ നിന്നും അദ്ദേഹം അത് കേട്ടു. ഉറപ്പായിട്ടും കേൾക്കുന്ന ഒരു ശബ്ദമാണ് അദ്ദേഹത്തിന് ആ ശബ്ദം. ആൻഡ് ദ ഫസ്റ്റ് കുക്കൂസ് മെലാങ്കളി ക്രൈ, ആദ്യം തന്നെ കേട്ടത് എന്താണ്? ഒരു കുയിലിൻ്റെ ശബ്ദമാണ്. എങ്ങനെയുള്ള ശബ്ദമാണ്? കുയിലിൻ്റെ പാട്ടാണ്, അല്ലെങ്കിൽ കുയിലിൻ്റെ കരച്ചിലാണ്. എങ്ങനെയാണത് അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത്? എ മെലാങ്കളി ക്രൈ. മെലാങ്കളി മീൻസ് വിഷാദം നിറഞ്ഞിട്ടുള്ള, ദുഃഖത്തോടെയുള്ള ഒരു ശബ്ദം, കുയിലിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ, സി. ഈവൻ ദസ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് 2 nights more I lay and could not win thee sleep by any stealth, so do not let me wear tonight away. ഈവൻ ദസ് ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രിയിലും, അതുപോലെ തന്നെ ആൻഡ് 2 nights more, 2 രാത്രിയിലധികമായി, ഐ ലേ സ്ലീപ്ലെസ്, ഞാനിങ്ങനെ കിടക്കുകയാണ് ഉറക്കം വരാതെ. ആൻഡ് ഐ കുഡ് നോട്ട് വിൻ ദീ, ദീ മീൻസ് യു. ഇവിടെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ഉറക്കത്തിനെയാണ്, ടു സ്ലീപ്പ്. ദി എന്നുള്ളത് പഴയ ഇംഗ്ലീഷിലെ ഓൾഡ് ഇംഗ്ലീഷ് യൂസേജ് പ്രകാരം യു എന്നുള്ള അർത്ഥത്തിലാണ്. സോ ഐ കുഡ് നോട്ട് വിൻ ദി, എനിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിന്നിൽ വിജയിക്കാൻ പറ്റിയില്ല. അതായത് കവി ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം റൊമാൻറ്റിക് പോയിട്ടാണ്. അപ്പോൾ ഉറക്കം കവിക്കുണ്ടാകുന്നു എന്നുള്ളത് ഉറക്കത്തെ പരാജയപ്പെടുത്തി ഉറക്കത്തെ കീഴ്പ്പെടുത്തുക എന്നുള്ളതായിട്ടാണ് കവി അവതരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറക്കത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല, എനിക്കിനിയും ഉറക്കത്തെ നേടാൻ പറ്റിയില്ല, വിജയിക്കാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഐ കുഡ് നോട്ട് വിൻ ദി സ്ലീപ്ലെസ് ബൈ എനി സ്റ്റെൽത്ത്, സോ ഡു നോട്ട് ലെറ്റ് മീ വെയർ ടു നൈറ്റ് അവേ. സ്റ്റെൽത്ത് മീൻസ് എൻറ്ററിങ് വിത്തൗട്ട് നോയ്സ്, ശബ്ദം ഉണ്ടാക്കാതെ കടന്നു വരിക എന്നുള്ളതിനാണ് സ്റ്റെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉറക്കമില്ലാത്ത ഇന്നത്തെ രാത്രിയും എനിക്ക് പിന്നിടാൻ സാധിക്കുകയില്ല. ഇന്നെന്തായാലും എനിക്ക് ഉറങ്ങണം. ഉറക്കമില്ലാതെ ഇനിയൊരു രാത്രി കൂടി എനിക്ക് കടന്നു പോകാൻ പറ്റില്ല. ഉറക്കം അതുകൊണ്ട് എന്ത് വേണം? ഇന്നും എന്നിൽ നിന്നും അകന്നു പോവാതെ, ഡു നോട്ട് ലെറ്റ് മീ വിയർ ടു നൈറ്റ് അവേ, എന്നിൽ നിന്നും ദൂരെ അകന്നു പോകാതെ ഇന്നത്തെ രാത്രി എന്നിലേക്ക് കടന്നു വരണമെന്നാണ് ഉറക്കത്തിനോട് കവി അപേക്ഷിക്കുന്നത്. വിത്തൗട്ട് ദീ, that's all the morning's wealth. Come, blessed barrier between day and day, dear mother of fresh thoughts and joyous health. Without thee, what is all the morning's wealth? നീ ഇല്ലാതെ, ഉറക്കത്തിനോട് പറയുന്നതാണ്, നീ ഇല്ലാതെ, ഉറക്കമില്ലാതെ, what is all the morning's wealth? പകലിൻ്റെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണമായിട്ട് നല്ലൊരു ഉപഭോക്താവായിട്ട് നമുക്ക് മാറണമെങ്കിൽ രാത്രിയത്തെ ഉറക്കം ആവശ്യമാണ്. പകൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിക്കോട്ടെ, പക്ഷെ പകലിലെ ആ കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു തീർക്കണമെങ്കിൽ വി ആർ ഇൻ നീഡ് ഓഫ് ദ സ്ലീപ്പ് ഇൻ നൈറ്റ്. വിത്തൗട്ട് യു, വിത്തൗട്ട് ദ സ്ലീപ്പ്, ഐ കനോട്ട് അക്വയർ മോർണിംഗ്സ് വെൽത്ത്. പകലിൻ്റെ, ദിനങ്ങളുടെ എല്ലാ ഗുണങ്ങളും സമ്പത്തും നേടിയെടുക്കണമെങ്കിൽ എനിക്ക് രാത്രി ഉറക്കം എന്നുള്ള ഒരു പ്രവൃത്തി രാത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നാളത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ദിവസമാണെങ്കിലും ആ ദിവസം മനോഹരമായി മാറുന്നത് ഞാൻ ഇന്നലെ എങ്ങനെ ഉറങ്ങി എന്നതിനെ അപേക്ഷിച്ചുകൂടി ഇരിക്കുമെന്നാണ് കവി പറയുന്നത്. കം, ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഒരു ദിവസത്തിൽ നിന്നും മറ്റൊരു ദിവസത്തിലേക്ക് ഞാൻ കടക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ബ്ലെസ്ഡ് ബാരിയറാണ്, അതിൻ്റെ ഇടയിലുള്ള ഒരു കണക്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഒരു തടസ്സമാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ തടസ്സം നീയാണ്. നീ ഇല്ലാതെ, ആ ഒരു ഉറക്കമില്ലാതെ, ആ ഒരു ഉറക്കത്തെ കീഴ്പ്പെടുത്താതെ ഐ കനോട്ട് ഹാവ് എ ഗുഡ് ഡേ. സോ ദ ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ, പ്ലീസ് കം, എന്നിലേക്ക് കടന്നു വരൂ എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. ഉറക്കത്തെ ഒന്നും കൂടെ അദ്ദേഹം വിളിക്കുന്നത് എന്തായിട്ടാണ്? ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. ജീവിതത്തിലുണ്ടാവുന്ന ഫ്രഷ് തോട്ട്സ്, നല്ല പുതിയ ചിന്തകളുടെയും ജോയസ് ഹെൽത്ത്, സമ്പന്നമായ അതിമനോഹരമായ ആരോഗ്യത്തിൻ്റെയും പ്രിയപ്പെട്ട അമ്മയാണ്, മാതാവാണ് ഉറക്കം.
അപ്പോൾ അദ്ദേഹം ഒരു മാതാവിനെ വിളിക്കുന്നത് പോലെയാണ് ഉറക്കത്തെയും വിളിക്കുന്നത്. സോ ഡിയർ സ്ലീപ്പ് പ്ലീസ് കം വിത്തൗട്ട് എനി ഫെയിൽ. ഒട്ടും വൈകാതെ, ഒട്ടും മാറി നിൽക്കാതെ എന്നിലേക്ക് കടന്നു വരൂ. കാരണം ഐ കാൺട്ട് സ്ലീപ്പ്, ഐ കുഡ് നോട്ട് വിൻ ദി, എനിക്ക് നിന്നെ വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സോ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയിയസ് ഹെൽത്ത് പ്ലീസ് കം ടു മീ. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, മനുഷ്യ ജീവിതത്തിലെ എന്നുള്ളതല്ല, ഏതൊരു ജീവിയുടെയും ജീവിതചര്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. എവ്രി സ്പീഷീസ് ഹാവ് ദെയർ ഓൺ ബയോളജിക്കൽ ലൈഫ് സൈക്കിൾ. അതിൽ വിശ്രമം അല്ലെങ്കിൽ ഉറക്കം എന്ന് പറഞ്ഞത് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. ഇഫ് യു വാണ്ട് ടു സ്റ്റേ ആക്റ്റീവ്, സ്റ്റേ അലൈവ് ഇൻ ഡേ, വി ഷുഡ് ഹാവ് സ്ലീപ്പ് ഇൻ പ്രീവിയസ് നൈറ്റ്. വിത്തൗട്ട് സ്ലീപ്പിംഗ് എനി ഡേ കനോട്ട് ബി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കുവാൻ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് പ്രവൃത്തികൾ ഉണ്ടാവുമല്ലേ. ആ പ്രവൃത്തികളെല്ലാം അതിമനോഹരമായി മാറുന്നത് മുന്നേയുള്ള കഴിഞ്ഞുപോയ രാത്രിയിലെ നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഇരിക്കുമെന്നാണ് കവി ഇവിടെ പറയുന്നത്. സോ ടു സ്ലീപ്പ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് meaningful poem, and that poem is also very relevant to all those who are not letting your body and mind to sleep. So a sleep is such an inevitable thing, inevitable act of our life. So we need to sleep too. That's why poet says. So I will also send you an appreciation of the poem. You can read that. And we have no question answer, textual question answer with the poem. Only read and respond. They are very simple. We can also talk about some poetic devices too. They are alliteration. Alliteration means repeated consonant sounds at the beginning of the word placed near each other, usually on the same or adjacent line. Alliteration എന്ന് പറഞ്ഞാൽ ഒരു കവിതയിലെ വരികളിലെ ആദ്യത്തെ കോൺസണന്റ് സൗണ്ട്സ് അടുത്ത് വരുന്ന വാക്കുകളിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലാണ് അതിനെ വി കോൾ അലിറ്ററേഷൻ. ഫോർ എക്സാമ്പിൾ, സൈലൻസ് സർജ്ഡ് സോഫ്റ്റ്ലി. We can see the repetition of the sound s. So alliteration is there in the line. The furrow followed free. We can see the repetition of full sound in furrow followed free. So it's also an alliteration. Next is assonance. Assonance is the repeated vowel sound in a word placed near each other, usually on the same or adjacent lines. So assonance means കവിതയിലെ വരികളിൽ ഒരു വരിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വരിയിലോ റിപ്പീറ്റഡ് വവൽ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് വി കോൾ അലിട്രേഷൻ. ഫോർ എക്സാമ്പിൾ, എ ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ്. ഹോസ്റ്റ് ഓഫ് ഗോൾഡൻ ഡാഫോഡിൽസ്. ഹോസ്റ്റ് എന്നുള്ളതിൽ ഒ, ഗോൾഡൻ എന്നുള്ളതിൽ ഒ, ഡാഫോഡിൽസിലെ ഒ, അതുപോലെ ഓഫ് എന്നുള്ളതിൽ ഒ. For repetition of O as the vowel sound, so it is assonance. Beside the lake, beneath the trees, you can see the sounds. We can see the repetition of vowel sounds here. Next is consonants, not consonants. Consonants, N-A-N-C-E. Repeated consonant sounds at the ending of the words placed near each other, usually on the same or adjacent lines. കവിതയിലെ ഒരു വരിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന വരികളിലോ അവസാനത്തെ കോൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോൺസണൻസ് എന്ന് വിളിക്കാം. ഇഫ് ഷീ ലവ് മീ ദിസ് ബിലീവ്, യു ക്യാൻ സീ ദ റെപ്പിറ്റേഷൻ ഓഫ് വ് സൗണ്ട് ഇൻ ദാറ്റ്. ഐ വിൽ ഡൈ ഷീ ഷാൽ ഗ്രീവ്. Here you can see a will, shall, repetition of the consonant sound. Then onomatopoeia, words that sound like their meanings. വാക്കുകളുടെ
മീനിങ് തന്നെ ആ വാക്കിന്റെ ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന വാക്കുകളാണ് നമ്മൾ ഒണോമറ്റോപോയിയ എന്ന് പറയുന്നത്. സി, ദ സാക്ക് ഫെൽ ഇൻ ടു ദ റിവർ വിത്ത് എ സ്പ്ലാഷ്. ദി സാക്ക്, ഒരു സാക്ക്, നമ്മൾ ചാക്ക് എന്ന് പറയുന്നത് അല്ലെ, അത് റിവറിലേക്ക് വീഴുന്നു വിത്ത് ദ സ്പ്ലാഷ് സൗണ്ട്. ഒരു ചാക്ക് റിവറിലേക്ക് വീഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം എന്താണ്? സ്പ്ലാഷ് സൗണ്ട് ആണ്. അത്തരം ശബ്ദത്തെ ഡിനോട്ട് ചെയ്യുന്ന വാക്ക് എന്ത് തന്നെയാണ്? സ്പ്ലാഷ് തന്നെയാണ്. ദാറ്റ്സ് വാട്ട് വി കോൾ onomatopoeia. The books fell on the table with a loud thump. The books fell on the table with a loud thump. The sound of falling of book. Thump. Thump എന്ന് പറയുമ്പോൾ എന്ത് ശബ്ദമാണ് ഉണ്ടാവുന്നത്? അത് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം. ബുക്ക് വീഴുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം. റൈറ്റ്. Then hyperbole. Hyperbole is an outrageous exaggeration used for effect. സാധാരണ നമ്മൾ കവിതയിൽ പല കമ്പാരിസണും കാണാറുണ്ട്. അപ്പോൾ an outrageous, നോർമലിൽ നിന്ന് മാറിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കമ്പാരിസൺ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കമ്പാരിസൺ കാണും. അതിനെയാണ് നമ്മൾ ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ, എക്സാമ്പിൾ. മൈ ഗ്രാൻഡ് മദർ ഈസ് ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്. ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമാണല്ലേ. ഗ്രാൻഡ് മദറിന്റെ പ്രായം ആസ് ഓൾഡ് ആസ് ദ ഹിൽസ്, കുന്നിനേക്കാളും അല്ലെങ്കിൽ മലകളെ ഇത്രോളം പ്രായമുള്ളൊരു വ്യക്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രായം കൂടുതലുണ്ട് എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആസ് ഹിൽസ് എന്നുള്ളത്. അപ്പോൾ ഒട്ടും സാധ്യമല്ലാത്തൊരു കമ്പാരിസൺ. പക്ഷെ കവിതയിൽ വരുമ്പോൾ നമുക്ക് അതിനെ ഉൾക്കൊള്ളേണ്ടി വരുന്നു. അതാണ് വി കോൾ ഹൈപ്പർബോളി. Then metaphor and simile that we have already studied. Metaphor is a direct comparison between two unlike things, stating that one is the other or does the action of the other. Her voice is music to his ears. അദ്ദേഹത്തിന്റെ ശബ്ദം, അവളുടെ ശബ്ദം മ്യൂസിക് ആണ്. ശബ്ദം മ്യൂസിക് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് മെറ്റഫർ ആണ്. സിമിലി വാട്ട് ഈസ് എ ഡയറക്റ്റ് കമ്പാരിസൺ ഓഫ് ടു അൺലൈക്ക് തിങ്സ്. ഒരുപോലെ അല്ലാത്ത രണ്ട് കാര്യങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതാണെന്ന് പറയുന്നു. ഓ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ്. എൻ്റെ പ്രണയം റെഡ് റോസിനെ പോലെ ആണ് എന്നല്ല, മൈ ലവ് ഈസ് റെഡ് റോസ്. എൻ്റെ പ്രണയം ഒരു ചുവന്ന റോസ് ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്, പോയിട്ട് പറയുന്നത്. അതാണ് സിമിലി. സോ വി ഹാവ് ഓൾസോ എ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഫ്രോം ദിസ് ഏരിയ ദാറ്റ് ഐ വിൽ ഷെയർ ടു യു ആൻഡ് യു മസ്റ്റ് റീഡ് ആൻഡ് take down to your notebook also. That's very simple. So this